അന്തരീക്ഷത്തിലും മനസ്സിലും സൈലൻസ് ഉണ്ടാവുമ്പോൾ മനസ്സിൽ നിന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പലതും ഉയർന്നു വരുന്നത് കാണാം. അന്തരീക്ഷം സൈലൻ്റ് ആവുമ്പോൾ നമ്മുടെ മനസ്സും സൈലൻ്റ് ആകുന്നത് കാണാം. സൈലൻ്റ് ആവുമ്പോൾ മാത്രമേ മനസ്സിന് ഒന്ന് പോസ് ചെയ്ത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഇടയ്ക്കൊന്ന് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദിവസം മുഴുവനും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ മുഴുവൻ ദിവസവും വേഗതയോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ പക്കൽ സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോലും സമയമുണ്ടാവില്ല. നിശബ്ദമായ അവസ്ഥയിൽ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാൻ തുടങ്ങിയാൽ തിരിച്ചുപോയതിനു ശേഷം സൈലൻ്റായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്കാവും. ഒന്ന് പോസ് ചെയ്യുക എന്നാൽ എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കുക എന്നല്ല അർത്ഥം. പോസ് ചെയ്യേണ്ടത് എവിടെയാണ്? എവിടെ പോസ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്? ഇവിടെ. മനസ്സാണ് സ്റ്റില്ലായി നിൽക്കേണ്ടത്. മനസ്സ് ഓടിക്കൊണ്ടിരിക്കരുത്. അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് ജ്ഞാനം പ്രാക്ടിക്കലായി വർക്ക് ചെയ്യും എന്നതിൻ്റെ തെളിവ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത വർഷത്തെ കോൺഫറൻസിൽ താങ്കളിൽ എത്ര പേരാണ് അനുഭവങ്ങൾ കേൾപ്പിക്കുക? ഓക്കെ, ഇവിടെ നിന്നും പോയാലും നിങ്ങൾ ഈ ജ്ഞാനത്തെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ ധാരണ ചെയ്യുമെന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ഈ പഠനത്തിൽ പരമാത്മാവ് 4 വിഷയങ്ങളാണ് പഠിക്കാനായി നൽകുന്നത്. ജ്ഞാനം, യോഗം, ധാരണ, സേവനം എന്നിവയാണ് അവ. ജ്ഞാനം സ്വീകരിച്ചു, യോഗം ചെയ്തു, അപ്പോൾ അത് ജീവിതത്തിൽ ധാരണയായി മാറി. ജ്ഞാനവും യോഗവും ജീവിതത്തിൽ പ്രാവർത്തികമാവുമ്പോൾ സേവനം താനെ ചെയ്യാൻ തുടങ്ങുന്നു. താങ്കളുടെ വൈബ്രേഷൻ ചേഞ്ച് ആകുമ്പോൾ മുഴുവൻ ദിവസവും എല്ലാവർക്കും എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുക? നിങ്ങളിൽ നിന്നും എല്ലാവർക്കും ശാന്തി, സുഖം, സന്തോഷം ഇതെല്ലാം ലഭിക്കും, അല്ലേ? ഇതിനെയാണ് മനസ്സാ സേവ എന്ന് പറയുന്നത്. വാണിയിലൂടെ അഥവാ വാക്കുകളിലൂടെയും സേവനം ചെയ്യാം. നമ്മുടെ ഉള്ളിൽ ധാരണയായ ജ്ഞാനം ഓട്ടോമാറ്റിക്കായി നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക തന്നെ ചെയ്യും. സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ് ഏറ്റവും സുന്ദരമായ സേവനം. കാരണം എല്ലാവരും ജ്ഞാനം കേൾക്കും, പക്ഷേ പഴയ ജീവിത രീതികൾ സ്വയത്തിൽ ആഴത്തിൽ ഉറച്ചതു കാരണം അവരെന്താണ് പറയുക? പറയുന്നതൊക്കെ ശരിയാണ്, വളരെ നല്ലതുമാണ്, എന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേ എല്ലാവരും പറയാറുള്ളൂ. അതുകൊണ്ടാണ് അനുഭവങ്ങൾ പ്രൂഫാണ്, തെളിവാണ് എന്ന് പറയുന്നത്. എത്ര ചെറുതാണെങ്കിലും സ്വന്തം അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയണം. എല്ലാ അനുഭവങ്ങളും വലിയ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരുന്നതല്ല. ചെറിയ അനുഭവങ്ങളും ഉണ്ടാകും, അല്ലേ? ഇന്ന് ഈ പ്രതിസന്ധി മുന്നിൽ വന്നു, ഞാൻ അതിനെ ഇങ്ങനെയാണ് തരണം ചെയ്തത് എന്ന അനുഭവം എല്ലാവരോടും പറയണം. മുൻപാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ ഇതിനെ മറ്റൊരു രീതിയിലാണ് നേരിട്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ജീവിതം പരിവർത്തനം ചെയ്യാനുള്ള പ്രേരണയായി മാറുന്നു. ഇവിടെ നിന്ന് പോയാൽ താങ്കളുടെ അനുഭവങ്ങൾ എല്ലാവരുമായും ഷെയർ ചെയ്യണം. അവിടെ ചെന്നാൽ ശാന്തി ലഭിക്കും എന്ന് എല്ലാവരോടും പറഞ്ഞാൽ പിന്നെ എല്ലാവരും ശാന്തി വേണം, അല്ലേ? ശാന്തി വേണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. ഇവിടെ നിന്നും ശാന്തി ലഭിക്കില്ല. ശാന്തമായി ഇരിക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ നിന്നും ലഭിക്കുക, അല്ലാതെ ഇവിടെ നിന്നും ശാന്തി ലഭിക്കില്ല. ഇത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ശാന്തി കിട്ടും എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡായി കിട്ടുമെന്ന് വിചാരിക്കും. ശാന്തി ലഭിക്കാനുള്ള വഴികൾ എന്ന് പറയുമ്പോൾ അതിൽ അവനവന് ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടാവും. പുരുഷാർത്ഥം, ശ്രദ്ധ, പരിശ്രമം ഇതൊക്കെ ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ നിന്നും നമുക്ക് പരമാത്മാവിൻ്റെ ജ്ഞാനം, ശക്തികൾ എന്നിവയാണ് ലഭിക്കുന്നത്. ഇതാണ് നമ്മൾ
പറഞ്ഞു കൊടുക്കേണ്ടത്. മാത്രമല്ല അതിലൂടെ ഞങ്ങൾ പ്രാക്ടിക്കൽ പ്രൂഫും കണ്ടിട്ടാണ് വരുന്നത് എന്നും പറയണം. സേവനങ്ങൾ ചെയ്യുമ്പോഴും എല്ലാവരും ശാന്തമായി ചെയ്യുന്നു. സേവനങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ് ശാന്തവും സ്റ്റില്ലുമായി ഇരിക്കുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന രീതി തന്നെ മാറാൻ തുടങ്ങും. 2 ദിവസം മുൻപ് ഗൂഗിളിൽ നിന്നുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനായ കിരൺ മണിഭായിയെ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? ജീവിതത്തിലെ ഏത് ചോദ്യത്തിനുമുള്ള ഉത്തരവും ഗൂഗിളിൽ നിന്ന് കിട്ടും, ഇങ്ങനെയല്ലേ നമ്മൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ഗൂഗിളിനും ഒന്നും പറയാനാവുന്നില്ല. ഏതാണ് ആ ചോദ്യം? സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. ലോകകാര്യങ്ങൾ അറിയാനായി ഗൂഗിൾ ഉപയോഗിക്കാം, പക്ഷേ സ്വന്തം ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഗൂഗിളിനെ ആശ്രയിക്കരുത്. ഇന്ന് ഗൂഗിളിൽ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്ന വാക്കുകളിൽ ഒന്നാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്, റിലേഷൻഷിപ്സ്, പേരൻറ്റിങ്, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. സ്വന്തം കുട്ടികളെ എങ്ങനെ വളർത്തണം, എങ്ങനെ വലുതാക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ എവിടെയാണ് സെർച്ച് ചെയ്യാറുള്ളത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലേ? സന്തോഷമായിരിക്കാനും കുടുംബത്തെ നന്നായി കൊണ്ടുപോകാനുമുള്ള വഴികൾ ഗൂഗിളിലൂടെ ലഭിക്കുമോ? കൂടുതൽ സെർച്ചേഴ്സ് ഈ കാര്യങ്ങളിലാണ് നടക്കുന്നത്. എന്തും പുറമേ തിരയുന്ന ശീലമാണ് നമുക്കുള്ളത്. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്താൽ തന്നെ എല്ലാ ആൻസേഴ്സും നമ്മുടെ പക്കൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും.